ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ എന്ന് പറയാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചോദിക്കും. ശരി, മാധ്യമങ്ങൾ എന്ന് പറയുന്നില്ല, കേരളത്തിലെ ആ മാപ്രകള് ഒരു വാർത്ത മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും അത് കണ്ടില്ലെന്ന ഒരു ഭാവത്തിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. സാധാരണഗതിയിൽ ഇത്തരം വാർത്തകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിത്തട്ടിലേക്ക് ചെന്ന് അന്വേഷണങ്ങൾ നടത്തുന്ന ഈ വേശ്യ മാധ്യമങ്ങൾ ഇന്ന് ആ വാർത്തകൾ കണ്ടില്ലെന്ന ഭാവത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കേസ് മറ്റൊന്നുമല്ല. കേസ് 2025 ഡിസംബറിൽ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നടത്തിയ ഒരു കേസാണ്. ആ കേസ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട്ടെ ജനപ്രതിനിധിയുമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ കേസാണ്. ആ കേസിനെ കുറിച്ചുള്ള ചില അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എവിടെയും കാണാൻ കഴിയില്ല. മനഃപൂർവ്വം അവർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ആ വാർത്ത. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ വന്ന വാർത്ത അനുസരിച്ച് കൃത്യമായിട്ട് രാഹുലിനെതിരെയുള്ള കുറ്റപത്രം നിലനിൽക്കില്ല. മാത്രവുമല്ല, കേസ് വളരെ കൃത്യമായി രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. എന്താ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരാൻ കാരണം? എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്? വളരെ കൃത്യമായി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിലെ വേശ്യ മാധ്യമങ്ങൾ കൊണ്ടുകിടന്ന് ആഘോഷിച്ച ഒരു വിഷയമായിരുന്നു രാഹുൽ മാങ്കൂട്ടം വിവാദം, അല്ലേ? ഇന്നവർ ഈ കേസിൽ മറ്റൊരു വഴിത്തിരിവിലേക്ക് ആ കേസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് യാതൊരു ചർച്ചകളും നടത്തുന്നില്ല. എന്താ കാരണം അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ലൈംഗിക വൈകൃതമുള്ളവനാക്കുവാൻ വേണ്ടിയുള്ള പണിയെടുത്തുകൊണ്ടിരുന്നവർ ഇന്നത് തിരുത്തി പറയേണ്ടി വരുമ്പോൾ അവർക്ക് വല്ലാത്ത ജാള്യതയുണ്ട്. മാത്രവുമല്ല, ഒരു മനുഷ്യനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ എണ്ണി വാങ്ങിയിട്ട് പണിയെടുത്ത ആളുകൾക്ക് മറുത്തൊരു വാക്ക് പറയാൻ സാധിക്കാത്ത അവസ്ഥ കൂടിയാണ്. ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ SIT നിയമിച്ച് ആ SIT അന്വേഷണമൊക്കെ നടത്തിയിരുന്നു. അവർക്ക് കനത്ത തിരിച്ചടിയായത് ഇവര് ഒരു ഘട്ടത്തിൽ പരാതിക്കാരുണ്ടോ പരാതി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ തെരുവുകളിലൂടെ ചാക്കുമെടുത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഈ കേസിലെ ഒന്നാമത്തെ പരാതിക്കാരി അങ്ങനെ പല ആളുകളെയും നേരിട്ട് പോയി കണ്ട് പരാതി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പോലും പിന്നീട് പരാതി നൽകിയ ആളുകൾ ആദ്യഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് പരാതി ഇല്ല എന്ന് പറഞ്ഞ ആളുകളാണ്. അപ്പോൾ ആ പരാതി ഇല്ല എന്ന് പറഞ്ഞതും അത് രേഖപ്പെടുത്തിയതും ആ മൊഴിയുമൊക്കെ റെക്കോർഡായി നിലനിൽക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ പരാതിക്കാരെ ആയത്? എങ്ങനെയാണ് ഇതിൻ്റെ പരാതിയുടെ അടിസ്ഥാനം എന്നൊക്കെയുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ വഴിമാറി എന്നുള്ളതാണ്. അവിടെയാണ് ഈ കേസ് നിലനിൽക്കില്ല, ഒന്നാവട്ടെ രണ്ടാവട്ടെ മൂന്നാവട്ടെ. എങ്ങനെയാണ് ഇത് പീഡനമാകുന്നത്? എങ്ങനെയാണ് ഇത് പരാതി എന്താ? ആദ്യ കൂടിക്കാഴ്ച അല്ലെങ്കിൽ ആദ്യത്തെ കണ്ടുമുട്ടൽ ഇത് വലിയ പീഡനമായിരുന്നു, ക്രൂരതയായിരുന്നു, ബലാത്സംഗമായിരുന്നു എന്നൊക്കെയാണല്ലോ പരാതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കണ്ടെത്തിയ പല കാരണങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളും ഇനി കണ്ടെത്താൻ ശ്രമിക്കാതിരുന്നതും രാഹുൽ മാങ്കൂട്ടം തെളിവടക്കം കോടതിയിൽ സമർപ്പിച്ചതുമായ കാര്യങ്ങൾ അതുകൂടി ഇതിൻ്റെ ഭാഗമായപ്പോൾ, കാരണം വിവാദഘട്ടങ്ങളിലൊക്കെ നമ്മൾ കണ്ടതെന്താ? പരാതിയിൽ പറയുന്ന കാര്യങ്ങളാണ്, അല്ലേ? പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമായിരുന്നല്ലോ നമ്മൾ കണ്ടത്. അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗമൊന്നും എവിടെയും കേട്ടില്ല, എവിടെയും കണ്ടില്ല. പിന്നീട് അങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗം പുറത്തേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി കോടതികളിലൂടെ. അത് പുറത്തേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഇതിൽ കക്ഷികളായി ചേർന്ന് നിന്നുകൊണ്ട് രാഹുലിനെ വീഴ്ത്താൻ വേണ്ടി പണിയെടുത്ത ഓരോരുത്തരും പതുക്കെ ഇങ്ങനെ പിൻവാങ്ങാൻ തുടങ്ങി, അല്ലേ? ഓരോ ഘട്ടങ്ങളിൽ കൃത്യമായ ഇൻ്റർവെല്ലുകളിൽ ഓരോരുത്തരും മെല്ലെ പതിയെ പതുങ്ങാൻ തുടങ്ങി, അല്ലെങ്കിൽ പിൻവാങ്ങാൻ തുടങ്ങി, അല്ലേ? കുറ്റപത്രം നിലനിൽക്കില്ല എന്നും
ഈ SIT വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾ, രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് പോലും നടത്തിയത് എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ 1-2 പരാതികൾ, ഒന്നാമത്തെ പരാതിയിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ രണ്ടാമത്തെ പരാതി വന്നു. രണ്ടാമത്തെ പരാതിയിലും അറസ്റ്റ് ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരൊറ്റ താല്പര്യത്തോടു കൂടി മൂന്നാമതൊരു പരാതി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നുള്ള കണ്ടെത്തലുകളും പുറത്തേക്ക് വരികയാണ്. എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു പരാതിയാക്കി ഉണ്ടാക്കി മാറ്റി രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അതോടൊപ്പം ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിയായിരുന്ന CPMന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുകളിലുണ്ടായ സമ്മർദ്ദങ്ങൾ, ആ സമ്മർദ്ദങ്ങളെക്കുറിച്ചും പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. ഈ വാർത്തകളൊന്നും നിങ്ങൾ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എന്താ കാരണം മറ്റൊന്നുമല്ല. കാരണം ഇത്രയും കാലം ഇവര് രാഹുലിനെതിരെ പടച്ചു വിട്ടിരുന്ന ഓരോ തലക്കെട്ടുകളും, ഓരോ കാർഡുകളും, ഓരോ ബ്രേക്കിങ്ങുകളും ഇതിനൊക്കെ വിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മാത്രമല്ല, കോടിക്കണക്കിന് രൂപ ഇവർ പലരും ഇങ്ങനെ ഈ വേട്ടയ്ക്ക് നേതൃത്വം നൽകാൻ വേണ്ടിയിട്ട് 24 മണിക്കൂറും ഇത് മാത്രം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. PR വർക്കിനായിട്ട് കോടിക്കണക്കിന് രൂപയാണ് ഇവരൊക്കെ കൈപ്പറ്റിയിരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ ഈ വാർത്ത പുറത്തേക്ക് വരുമ്പോൾ ഇവരൊക്കെ പടച്ചുവിട്ട ഒരു പോൺ വീഡിയോ പോലെയുള്ള, അല്ലെങ്കിൽ ഒരു ഏപ്പടം പോലെയുള്ള, അഡൽട്ട് ഓൺലി സിനിമകൾ പോലെയുള്ള ഒരു വാർത്താ ശൈലി ഉണ്ടായിരുന്നു. ഇവിടെ എന്തില്ല, അന്ന് എന്തൊക്കെയായിരുന്നു വാർത്ത? നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? അന്ന് വാർത്തകൾ ഗർഭമായിരുന്നു, പീഡനത്തിൻ്റെ ദൈർഘ്യമായിരുന്നു, പീഡനത്തിൻ്റെ പൊസിഷനുകളായിരുന്നു, പീഡനത്തിൽ ഏതൊക്കെ രീതിയിലായിരുന്നു പീഡിപ്പിച്ചത്, പിന്നെ എങ്ങനെയാണ് ഗർഭിണിയായത്, ഗർഭം എത്ര കാലമുണ്ടായി, എങ്ങനെയാണ് ഗർഭം അലസിപ്പിച്ചത്, ഏത് മരുന്ന് ഉപയോഗിച്ചാണ്, എവിടെ നിന്ന് വാങ്ങി, ഏത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് എങ്ങനെ എത്തിച്ചു, ഇത്തരത്തിൽ പൈങ്കിളി കഥകൾ, സെക്സും കാമവും ഒക്കെ കുത്തി നിറച്ചുള്ള പൈങ്കിളി കഥകൾ നിറച്ചുകൊണ്ടുള്ള ഒരു വേട്ടയാടലായിരുന്നു നമ്മൾ കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന് ലൈംഗിക വൈകൃതമുള്ളവനെന്നായിരുന്നു വിശേഷിപ്പിച്ചു കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഈ പറയുന്ന കേസും ഈ പരാതിയും ഒന്നും നിലനിൽക്കില്ല, കുറ്റപത്രം പോലും നിലനിൽക്കില്ല എന്ന് മാത്രമല്ല, രാഷ്ട്രീയ വേട്ടയാടലായിരുന്നു എന്നുള്ള വാർത്ത പുറത്തേക്ക് വരുമ്പോൾ കേരളത്തിലെ മാപ്രകൾ അത് കാണുന്നില്ല എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് ഈ ആരോപണം ഉയർന്ന ആ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും ഒരു ഇടിമുഴക്കം പോലെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. താന് ഈ രാജ്യത്തെ നിയമങ്ങൾക്കെതിരായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ, അത് ആവർത്തിച്ച് പറഞ്ഞപ്പോഴും ചെവി കൊള്ളാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ആ മനുഷ്യനെ കേരളത്തിലെ പൊതുസമൂഹം അയാളെ കൈയൊഴിഞ്ഞില്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. മറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ വേശ്യപ്പണിയെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ നിയമിച്ചതിൽ പോലും, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ പോലും കൃത്യമായിട്ട് CPMന്റെ ആജ്ഞാനുവർത്തികളായിട്ടുള്ള ആളുകളെയാണ് അതിൽ തിരികെ കയറ്റിയത് എന്നുള്ളതും മാത്രമല്ല, ഓരോ നീക്കങ്ങൾക്കും പരാതി ഉണ്ടാക്കാനും രാഹുലിനെ ആ ദേഹത്ത് തൊടാൻ കഴിയാഞ്ഞ് വന്നപ്പോൾ മൂന്നാമത്തെ പരാതി ഉണ്ടാക്കിയതും, ആ പരാതി മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തിയതും, ഈ പരാതി വന്ന കാര്യം മറച്ചു വെച്ചതും, ഒരു ശനിയാഴ്ച രാത്രി രാഹുൽ മാങ്കൂട്ടത്തിനെ അയാൾ താമസിക്കുന്നിടത്ത് പോയിട്ട് അറസ്റ്റ് ചെയ്തതും ഒക്കെ വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും രാഷ്ട്രീയ നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് കൊണ്ട് മാത്രമായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥർ പണിയെടുത്തത് എന്നുള്ളതാണ് വരുന്ന വാർത്ത. അപ്പോൾ
പൈങ്കിളി വാർത്തകൾ ഇല്ലെന്ന് മാത്രമല്ല, പൈങ്കിളി കഥകൾ ഇല്ലെന്ന് മാത്രമല്ല, മറിച്ച് ഈ പറഞ്ഞ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഇവർ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഇന്നും കേരളീയ സമൂഹത്തിൻ്റെ മനസ്സുകളിൽ നിലനിൽപ്പുണ്ട്. ആ ഓരോ വാക്കുകൾക്കും മറുപടി ഇല്ലാതെ വന്നപ്പോൾ കേസ് തന്നെ നിലനിൽക്കില്ല എന്നുള്ള ഒരു വാർത്ത വന്നിട്ടും അതൊന്നും കേരളത്തിൽ മാധ്യമങ്ങൾ കണ്ടില്ല എന്നുള്ളത് നമുക്ക് അത്ര ഒരു നിസ്സാര കാര്യമായിട്ട് കാണാൻ കഴിയില്ല. വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയെടുത്ത കേസ് തന്നെയായിരുന്നു ഇതൊക്കെ എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറയുന്ന പരാതി നിലനിൽക്കില്ല. പരാതി എന്ന് പറഞ്ഞാൽ 3 പരാതികളാണുള്ളത്. 3 പരാതികളും നിലനിൽക്കില്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. ഇപ്പം ഇത് പരാതി നിലനിൽക്കുമോ, ഇത് പരാതിയാകുമോ, ഇത് ബലാത്സംഗമാകോ, പീഡനമാകോ എന്നൊക്കെ മനസ്സിലാക്കാൻ കോടതിയുടെ ബുദ്ധിയൊന്നും വേണ്ടല്ലോ. ഇതൊരു സാധാരണക്കാരൻ, ഒരു മനുഷ്യൻ, ഒരു കോമൺ സെൻസുള്ള ഒരു മനുഷ്യൻ പക്ഷം പിടിക്കാതെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യങ്ങളല്ലേ അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, പീഡിപ്പിക്കപ്പെട്ട് കൃത്യം 6-ാം ദിവസം വിഷുക്കൈ നീട്ടം കൊടുത്തയക്കുന്ന ഇരയെ നിങ്ങൾ ലോകത്തിലെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പീഡിപ്പിക്കപ്പെട്ട 6-ാം ദിവസം ഈ പീഡിപ്പിച്ച അക്രമിക്ക് വിഷുക്കൈ നീട്ടം നൽകുകയാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 6-ാം ദിവസമാണ് പീഡനം നടന്നു എന്ന് പറയുന്നത്. ആ ദിവസം കഴിഞ്ഞ് 6-ാമത്തെ ദിവസം ആണ് വിഷുക്കൈ നീട്ടം നൽകുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഒരു സാമാന്യ ബോധമുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് പീഡനം, ബലാത്സംഗം, ക്രൂരത, ലൈംഗികത, ആന, തേങ്ങ, മണ്ണാങ്കട്ട എന്നൊക്കെ വിലയിരുത്താൻ കഴിയുന്നത്? അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ മനസ്സിലാക്കാൻ കോടതിയുടെ ബുദ്ധി തന്നെ വേണമെന്നില്ല. ഒരു നിഷ്പക്ഷനായിട്ടുള്ള ഒരു വ്യക്തിക്ക് വളരെ കൃത്യമായിട്ട് 2 ഭാഗവും കേട്ട് കഴിഞ്ഞാൽ ഇത് മനസ്സിലാകുന്നതേ ഉള്ളൂ. അതാണ് കോടതിയിലും ഇപ്പോൾ സംഭവിക്കുന്നത്. കൃത്യമായിട്ട് പരാതിയിൽ പറഞ്ഞത് മാത്രമാണ്, അതിനെ പൊടിപ്പും തുങ്ങലും വെച്ച് അതിനെ ഒരു ക്രൂരത കുത്തി നിറച്ച ഒരു പോൺ വീഡിയോ അല്ലെങ്കിൽ ഒരു പൈങ്കിളി കഥയോളം വർണ്ണിച്ചും വിവരിച്ചും പൊടിപ്പും തുങ്ങലും വെച്ച് കേരളത്തിൻ്റെ സമൂഹത്തിന് മുന്നിൽ ഈ മാപ്രകൾ അവതരിപ്പിച്ചു എന്നല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗം കേൾക്കുന്നത് ഇപ്പോൾ കോടതിയാണ്. ആ കോടതി ഇത് കേൾക്കുമ്പോഴാണ് ഈ പരാതി നിലനിൽക്കുക. അല്ലെങ്കിൽ ഇതിപ്പോൾ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനമായതാ. അത് പത്തനംതിട്ട സെഷൻസ് കോടതിയിലാണെങ്കിലും കേരള ഹൈക്കോടതിയിലാണെങ്കിലും ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി കോടതികൾ തന്നെ പറഞ്ഞതാ. എവിടെ നിങ്ങൾ പറയുന്ന പീഡനം എവിടെ, ബലാത്സംഗം എവിടെ, ക്രൂരത എവിടെ എന്ന് കോടതി തന്നെ ചോദിച്ചതാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷവും അങ്ങോട്ട് ചെന്ന് കണ്ടല്ലോ എന്തിനു വേണ്ടിയായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ കോടതി ചോദിച്ചതാ. അപ്പോൾ അത് ജാമ്യാപേക്ഷയുടെ നേരത്തായിരുന്നു. കാരണം അന്ന് ഈ പറയുന്ന കാര്യങ്ങൾ ഇത് ട്രയലും അലോട്ട്മെൻറ്റും ട്രയൽ നടക്കുമ്പോഴാണ് ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുന്നത് എന്നുള്ളത് കൊണ്ട് അവിടെ നിന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ കോടതിയിൽ നടക്കുന്നത് മറ്റൊന്നാണ്. കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ അയാൾക്കെതിരെ ഉയർന്നിരിക്കുന്ന പരാതികളൊന്നും നിലനിൽക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളും വാർത്തകളും പുറത്തേക്ക് വരികയാണ്. അതോടൊപ്പം പിന്നിൽ വലിയ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും പുറത്തേക്ക് വരുന്നുണ്ട്.